മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെൻ്റെ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ നിനക്കെന്നെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെൻ്റെ അപരാധമെല്ലാം പൊറുക്കുവാനും. നല്ല ദൈവത്തിൻ്റെ മുൻപിൽ ശാന്തമായിട്ടായിരിക്കാം. അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. ഈ ദിവസത്തെ നന്ദിയോടെ തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടാകാനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത പങ്കാളി, മക്കൾ, കൂടപ്പിറപ്പുകൾ, മാതാപിതാക്കൾ എല്ലാവരെയും ഈശോയ്ക്ക് ഭരമേൽപ്പിക്കാം. നല്ല തമ്പുരാനെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയെ ആരാധിക്കാൻ, അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ എനിക്ക് നൽകിയ ഈ ആരോഗ്യത്തിനും ആയുസ്സിനും ഈ ജീവനും ജീവിതത്തിനും നാഥ ഞാനിതാ നന്ദി പറയുന്നു. ഈ സമയം സ്വർഗവാസികളോട് ചേർന്ന് ഭൂമിയിലെ ദൈവമക്കൾ ഈശോയെ ആരാധിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കിന്ന് ഈശോയെ ആരാധിക്കാം. അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഈശോയെ സ്നേഹിക്കാനും ഈശോയെ ആരാധിക്കാനും ഈശോയെ സ്തുതിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. മറിയത്തിൻ്റെ ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. അതിൽ നാം കാണുന്നത് അമ്മയല്ല, പിന്നെയോ മറിയം എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ഈശോയെയാണ്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ചിത്രത്തിലെ ഒരു രംഗം മാതാവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. പ്രഹരങ്ങൾക്കൊടുവിൽ ഒരു രാത്രി മുഴുവൻ പ്രത്തോറിയത്തിൻ്റെ കൽത്തളങ്ങളിലെവിടെയോ ഒരു കിടങ്ങിൽ ബന്ധിതനായി തൂങ്ങിക്കിടക്കുന്ന എൻ്റെ ഈശോ. ശിക്ഷിച്ചാനന്ദിച്ചവരൊക്കെ വിശ്രമിക്കാൻ പോയ ആ നേരം തിരുരക്തഗന്ധവും വേദനയാൽ പുളയുന്ന അവൻ്റെ നെടുവീർപ്പുകളും തിരിച്ചറിഞ്ഞ് അടയ്ക്കപ്പെട്ട കിടങ്ങിന് മുകൾ പരപ്പിൽ തല ചേർത്ത് മകൻ്റെ ഹൃദയത്തുടിപ്പിനും ശ്വാസനിശ്വാസങ്ങൾക്കും കാതോർക്കുന്ന അമ്മ. അമ്മയുടെ പദചലനങ്ങളെയും ഹൃദയവ്യഥയുടെ ആഴത്തെയും തിരിച്ചറിയുന്ന മകൻ. നിറമിഴികളോടെ അല്ലാതെ നമുക്ക് ഈ രംഗം കണ്ടിരിക്കാനോ ധ്യാനിക്കാനോ സാധിക്കില്ല. മാതൃപുത്ര ബന്ധത്തിൻ്റെ മഹത്വം നാം ഇവിടെ മനസ്സിലാക്കുന്നു. സഹനാനുഭവങ്ങളിൽ പോലും മാതൃസ്നേഹമാവോളം വാരി വിതറാൻ അമ്മ മറിയം മറന്നില്ല. ഒരു സങ്കടവേനലിനും അവളെ ഇല്ലായ്മ ചെയ്യാനാവില്ല എന്നതാണ് വാസ്തവം. പ്രിയമകനെ, മകളെ, ഈ പ്രഭാതത്തിൽ മറിയത്തിൻ്റെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് നീ ഈശോയെ ആരാധിക്കുമ്പോൾ ഓർക്കുക, നിന്റെ മിഴിയൊന്ന് നിറയുമ്പോൾ, മനമൊന്നിടറുമ്പോൾ അമ്മയത് അറിയുന്നുണ്ട്. പുത്രനെ അവൾ എത്രത്തോളം മനസ്സിലാക്കിയോ അതേ തീവ്രതയിൽ അമ്മ ഇന്ന് നിന്റെ വേദനകളും തിരിച്ചറിയുന്നുണ്ട്. അമ്മേ എന്നുള്ളു തുറന്നൊന്ന് വിളിച്ചാൽ മതി. ആ വിളി കേട്ട് അവൾ സ്വർഗം വിട്ട് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. തനിച്ചല്ല അമ്മ വരുന്നത്, ഈശോയെയും കൂട്ടി ഇന്ന് നിന്റെ വീട്ടിൽ അമ്മ വരും. നിന്റെ അലച്ചിലുകൾ, ഒറ്റപ്പെടലുകൾ, ജീവിതയാത്രയിലെ സഹനയാമങ്ങളിലെല്ലാം അമ്മയുടെ അരികെ ശാന്തമായിരിക്കുക. അവൾ നിന്നെ മാറോട് ചേർക്കും. അവൾ സ്വന്തമാക്കിയ കൃപയുടെ നീർച്ചാലുകൾ നിന്നിലേക്ക് ഒഴുക്കും. അമ്മേ,
ഈ സമയം എനിക്ക് വേണ്ടി പുത്രനോടൊന്ന് പ്രാർത്ഥിക്കണമേ. അമ്മ പറഞ്ഞാൽ പുത്രൻ അത് കേൾക്കാതിരിക്കാനാവില്ല. അനുഗ്രഹങ്ങളുടെ ഉറവയായ എൻ്റെ ഈശോയെ, ഒരിക്കൽ കൂടി ഇതാ ഞങ്ങളുടെ ജീവിതത്തെ, നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹത്തെയും കരുണയെയും ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ളവനാണങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ പ്രത്യേക നിയോഗം, എനിക്കിന്ന് ഏറ്റവും ആവശ്യമായ ഈ നിയോഗം അങ്ങയുടെ തിരുമുൻപിൽ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ കഷ്ടതകളിൽ അങ്ങെനിക്ക് തുണയാകണമേ. അങ്ങയുടെ തിരുഹിതമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നൊരത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് പൂർണ്ണമായ സൗഖ്യവും സമാധാനവും നൽകണമേ. പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോടിന്ന് പ്രാർത്ഥിക്കണമേ. ഈശോയെ, അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. അമ്മേ അമ്മേ അമലേ, കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ, കൂട്ടായിരിക്കണമേ. അമ്മേ അമ്മേ അമലേ, കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ, കൂട്ടായിരിക്കണമേ. കരൾ പൊട്ടിക്കരയുമ്പോൾ, ഇടനെഞ്ചു വിങ്ങുമ്പോൾ, കണ്ണുനീരൊപ്പുവാൻ നീ വരണം. പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. കരൾ പൊട്ടിക്കരയുമ്പോൾ, ഇടനെഞ്ചു വിങ്ങുമ്പോൾ, കണ്ണുനീരൊപ്പുവാൻ നീ വരണം. പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. അമ്മേ അമ്മേ അമലേ, കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ, കൂട്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി, കാത്തിരിക്കാം ഞാൻ നിൻ സവിധേ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി, കാത്തിരിക്കാം ഞാൻ നിൻ സവിധേ. ജപമാല ചൊല്ലുമ്പോൾ അരികിൽ വരേണമേ. ഹൃദയത്തിൻ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ. ജപമാല ചൊല്ലുമ്പോൾ അരികിൽ വരേണമേ. ഹൃദയത്തിൻ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ. അമ്മേ അമ്മേ അമലേ, കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ, കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, ഈശോയുടെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന ഈ നിമിഷങ്ങൾ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ കരുണ ഒഴുകുന്ന മണിക്കൂറുകളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ. ഈശോയുടെ കരുണയ്ക്കായിട്ട് നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. ഈ നിമിഷങ്ങളിൽ എല്ലാ രോഗികളെയും നമ്മൾ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹോസ്പിറ്റലുകളിലും
ഭവനങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന ലക്ഷക്കണക്കിന് രോഗികളെ എൻ്റെ ഈശോയെ നിൻ്റെ കരുണയുടെ കരത്തിൻ കീഴിലേക്ക് ഞങ്ങളിതാ ഈ സമയം വെച്ചു തരുന്നു. നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാ രോഗികളെ ഈ സമയം മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഈശോയുടെ കരുണയ്ക്കായിട്ട് അവരൊക്കെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. അപ്പാ, ഇന്നോളം ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ സമയം ഞാൻ സമർപ്പിച്ച് അവരുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പല വിധത്തിൽ രോഗികളായിട്ട് കഴിയുന്ന സകല മക്കളെ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരസ് സംബന്ധമായിട്ട് രോഗമുള്ള മക്കൾ, മാനസിക ബുദ്ധിമുട്ടുള്ളവർ, കൈകാലിനും നടുവിനുമൊക്കെ വേദനയുള്ള മക്കൾ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, ശരീരത്തിന് ബലമില്ലാത്ത അവസ്ഥകൾ, അപകടത്തിൽപ്പെട്ട് കിടപ്പിലായിപ്പോയ രോഗികളെ ഓർക്കുന്ന ഈശോയെ, ക്യാൻസർ, എയ്ഡ്സ് തുടങ്ങിയ മാരക രോഗങ്ങളാൽ വേദനിക്കുന്നവർ, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ, പലതരത്തിലുള്ള അലർജി രോഗമുള്ള മക്കൾ, കേൾവിശക്തി, കാഴ്ചശക്തി ഇല്ലാത്തവർ, സംസാരശേഷിയില്ലാത്ത കുഞ്ഞുങ്ങളെ സമയം ഓർക്കുന്നു. സംസാരിക്കുമ്പോൾ വിക്ക് അനുഭവപ്പെടുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ രോഗമുള്ളവർ, യൂട്രസ് സംബന്ധമായ രോഗമുള്ള മക്കൾ, ഈശോയെ, ഒരു മകളെ സമയം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മാസങ്ങളായിട്ട് ബ്ലീഡിങ് മൂലം കഷ്ടപ്പെടുന്ന ആ മകളെ ഈശോയെ സമയം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അനേകം മക്കളെ കർത്താവെ സമർപ്പിക്കുന്നു. തലയിലെ ട്യൂമറുള്ള മക്കളെ സമയം ഓർക്കുന്നു. കഠിനമായ തലവേദനയിലൂടെ കടന്നു പോകുന്ന മക്കൾ, സോറിയാസിസ്, വെരിക്കോസ് വെയിൻ മൂലം കഷ്ടപ്പെടുന്നവർ, ആന്തരിക അവയവങ്ങൾക്കൊക്കെ രോഗം പിടിപെട്ടവർ, ഈശോയെ, പലതരത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈശോയെ ഈ സമയം നിൻ്റെ കരുണയുടെ കരത്തിൻ കീഴിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി 8:17 അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഈശോയെ, ഈ നിമിഷം സകല രോഗികൾക്കും വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗപീഠകളുടെ മേൽ അധികാരമുള്ള യേശുവേ, അങ്ങയുടെ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, തിരുവചനത്തിൻ്റെ ശക്തിയാൽ, തിരുനാമത്തിൻ്റെ ശക്തിയാൽ, തിരുക്കുരിശിൻ്റെ ശക്തിയാൽ എല്ലാ രോഗികളും സുഖപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തകർന്നടിഞ്ഞ ഓരോ ആത്മാവിനെയും, രോഗം പിടിപെട്ട ഓരോ ശരീരത്തെയും കർത്താവെ ഈ സമയം അങ്ങ് കാണണമേ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം വന്ന് പതിയണമേ. അങ്ങേ തിരുശരീരത്തിലേറ്റ ഓരോ അടികളുടെ യോഗ്യതയാൽ സകല മക്കളും സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, രോഗങ്ങളെയും രോഗശക്തികളെയും നിർവീര്യമാക്കാൻ ശക്തിയുള്ള യേശുവിൻ്റെ അത്ഭുതനാമത്തിൻ്റെ ശക്തി എല്ലാ രോഗികളിലേക്കും ഈ നിമിഷങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും അവരിൽ സംഭവിക്കട്ടെ. കർത്താവെ, ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും രോഗബന്ധനങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ. രോഗശക്തികൾ ക്ഷയിക്കട്ടെ. കർത്താവെ, രോഗാണുക്കൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. രോഗങ്ങളും അതുമൂലമുണ്ടാകുന്ന എല്ലാ മാനസിക അസ്വസ്ഥതകളും ദുഃഖങ്ങളും ദൈവമക്കളിൽ നിന്ന് ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, വിട്ടുപോകട്ടെ. മനസ്സിൻ്റെ ആകുലതകളും ഭയവും ഉത്കണ്ഠകളും നിരാശയും സ്വയം വെറുപ്പും അടുത്ത അവസ്ഥയും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ മുറിവിനാൽ എല്ലാ മക്കളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. 2 രാജാക്കന്മാർ 25 അഭിഷേകം എല്ലാ രോഗികളിലും വന്ന് നിറയുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. വിളിക്കും മുമ്പേ ഉത്തരമരുളുന്ന, പ്രാർത്ഥിച്ചു തീരും മുമ്പേ അത് കേൾക്കുന്ന നല്ല തമ്പുരാൻ്റെ കൈകളിലേക്ക് എല്ലാ രോഗികളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട്, കരുണ ചൊരിയപ്പെടാനായിട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഈശോയുടെ തിരുരക്തം ഒഴുകട്ടെ. ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടാൻ പ്രാർത്ഥിക്കാം. എല്ലാ രോഗങ്ങളും വിട്ടുപോകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഈശോയെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മഹത്വം, 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 മഹത്വം. കർത്താവേ, ഈ സമയം എല്ലാ രോഗികളിലേക്കും ദൈവമഹത്വം വെളിപ്പെടട്ടെ. എല്ലാ രോഗികളിലും ദൈവമഹത്വം വെളിപ്പെടട്ടെ. ഈശോയെ, എല്ലാവരെയും സമയം സ്പർശിക്കണമേ.
എല്ലാ രോഗികളെയും സ്പർശിക്കണമേ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ, ഈ സമയം അവിടുന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, രോഗികളായിട്ടുള്ള ആരെങ്കിലും ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പാ, അവരെ നീ സമയം തൊടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ലോകമെങ്ങുമുള്ള എല്ലാ അൾത്താരകളിലും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബലിയിൽ നിന്ന് എൻ്റെ ഈശോയെ, അവരിലേക്ക് ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യപ്പെടുത്തുന്ന ശക്തി എല്ലാ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദിവ്യകാരുണ്യ ആരാധനകളിൽ നിന്നും ദൈവശക്തി പുറപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഈശോ, 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 ഈശോ. ഈശോയെ, നന്ദി, 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 നന്ദി. ബെത്സൈദാ കുളക്കരയിൽ ഒരു ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. ബെത്സൈദാ കുളക്കരയിൽ ഒരു നാൾ ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു. ജലമിളകും നേരം ജനമിളകും വേഗം ജനമനവധി സുഖം നേടുന്നു. എന്നെ തുണയ്ക്കാനാരുമില്ല, എൻ രോദനം കേൾക്കാനാരുമില്ല. ബെത്സൈദാ കുളക്കരയിൽ ഒരു നാൾ ഫലമേതുമില്ലാതെ ഞാൻ കിടന്നു.